അലൈക്കും. ഇനി നമ്മൾ അടുത്തതായി പറയാൻ പോകുന്നത് കുത്തുബ് മീനാറിനെ കുറിച്ചാണ്. ഏതാപ്പോൾ കഴിഞ്ഞത്? താജ്മഹൽ കഴിഞ്ഞ് ഇനി കുത്തുബ് മീനാറിനെ കുറിച്ചാണ് നമ്മൾ ഈ പാഠത്തിൽ പറയാൻ പോകുന്നത്. കുത്തുബ് മീനാർ ദില്ലി की मशहूर तारीखी इमारत है. കുത്തുബ് മീനാർ ദില്ലിക്ക്, അതായത് ഡൽഹിയിലെ കുത്തുബ് മീനാർ ഡൽഹിയിലെ മഷ്ഹൂർ പ്രസിദ്ധമായ താരീഖി ഇമാരത്ത് ഹെ, ചരിത്ര കെട്ടിടമാണ്. താരീഖി ഇമാരത്ത് ഹെ, ചരിത്ര കെട്ടിടമാകുന്നു. ഉസ്സെ, അതായത് ഉസ്കോ എന്നുള്ളതിൻ്റെ അർത്ഥം ഉസ്സെ അതിന്, അബ്സെ ഇപ്പോൾ മുതൽ, അതായത് ഇപ്പോൾ, തഖരീബൻ ഏകദേശം 800 സാൽ. 8 എന്ന് പറഞ്ഞാൽ 8, സോ എന്ന് പറഞ്ഞാൽ 100, അപ്പോൾ 800 അല്ലേ? 800. 800 എന്ന് പറഞ്ഞാൽ 800 സാൽ, വർഷം പഹലെ മുമ്പ്, അതായത് 800 വർഷം മുമ്പ്, 800 വർഷം മുമ്പ്, പഹലെ 8 വർഷം മുമ്പ് കുത്തുബുദ്ദീൻ ഐബക്ക് എന്ന് പറയുന്ന മഹാൻ ബൻവാന ഉണ്ടാക്കൽ ഷുറൂ കിയാത്ത തുടങ്ങിയിരുന്നു. ഷുറൂ കർണ തുടങ്ങുക, ഷുറൂ കിയാത്ത തുടങ്ങിയിരുന്നു. അപ്പം 800 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കുത്തുബുദ്ദീൻ ഐബക്ക് ഈ കുത്തുബ് മീനാറിൻ്റെ എന്താ പറയുക പ്രവർത്തനം, അതായത് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം 800 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കുത്തുബുദ്ദീൻ ഐബക്ക് അദ്ദേഹം എന്തായിരുന്നു? ബൻവാന ഉണ്ടാക്കൽ ഷുറൂ കിയാത്ത തുടങ്ങിയിരുന്നു. ഉസ്കി ഏക് മഞ്ചിൽ ഹി, ഉസ്കി ആ കുത്തുബുൽ മീനാറിൻ്റെ ഏക് മഞ്ചിൽ ഒരു എടുപ്പ്, അത് മഞ്ചിൽ ഹി ഒരു എടുപ്പ് തന്നെ, എത്ര എടുപ്പ് തന്നെ, തഅമീർ ഹോ സക്കീത്തി, എന്താ പറയുക, തഅമീർ ഹോ സക്കീത്തി, എന്താ പറയുക, നിർമ്മാണം സാധിച്ചിരുന്നുള്ളൂ. അതായത് കുത്തുബുദ്ദീൻ ഐബക്കിന് അതിൻ്റെ ഒരു ഭാഗം മാത്രമേ ഉണ്ടാക്കാൻ സാധിച്ചിരുന്നുള്ളൂ. കാരണം എന്താ? മൂപ്പർക്ക് പൂർത്തിയാക്കാൻ കഴിയാത്ത എന്തായിരുന്നു? കുത്തുബുദ്ദീൻ ഐബക്ക, അതായത് കുത്തുബുദ്ദീൻ ഐബക്കിൻ്റെ ഇന്തിക്കാൽ ഹോഗയ, മരണം ഉണ്ടായി. അതായത് ഇന്തിക്കാൽ ഹോന എന്ന് പറഞ്ഞാൽ മരിക്കുക, അല്ലേ? അപ്പോൾ ഇന്തിക്കാൽ ഹോഗയ പറഞ്ഞാൽ മരണപ്പെട്ടു. അപ്പോൾ ഓക്കെ അല്ലേ? അതിൻ്റെ ഒരു കെട്ടിടം മാത്രമേ അദ്ദേഹത്തിന് നിർമ്മാണം പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നുള്ളൂ. അപ്പോഴത്തേക്ക് കുത്തുബുദ്ദീൻ ഐബക്ക് അദ്ദേഹം മരണപ്പെടുകയായിരുന്നു. ബാദുമേ, ശേഷം ആര് വന്നു? ഇൽത്തുമിഷിനെ, അതായത് ഇൽത്തുമിഷ് ഉസ്സെ അതിനെ, അത് പറഞ്ഞാൽ ആ കുത്തുബ് മീനാറിനെ, അത് ചക്രവർത്തിയാണ് കേട്ടോ അദ്ദേഹം. ഉസ്സെ, അങ്ങനെ ഇൽത്തുമിഷ് അദ്ദേഹം ഉസ്സെ എന്ന് പറഞ്ഞാൽ ആ കെട്ടിടത്തെ മുക്കമ്മൽ കിറായ പൂർത്തിയാക്കി. മുക്കമ്മൽ കാരണം പറഞ്ഞാൽ എന്താ? പൂർത്തിയാക്കുക. കിറായ പറഞ്ഞാൽ പൂർത്തീകരിക്കുക കേട്ടോ. അപ്പം മുക്കമ്മൽ കാരണം പറഞ്ഞാൽ പൂർത്തിയാക്കുക. 5 മഞ്ചിലെ 5 മഞ്ചിലെ 8 അല്ല 5 മഞ്ചില 5 കെട്ടുള്ള 5 മഞ്ചില പറഞ്ഞാൽ 5 എടുപ്പ്. ഓരോ കെട്ട് ഏക്ക് മഞ്ചില പറഞ്ഞ ഒരു കെട്ട്, ഒരു തട്ട് അങ്ങനെയാണ് ഇവിടെ മഞ്ചില കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം 5 മഞ്ചിലുള്ള ഇസ് മിനാർ കി ഊഞ്ചായി, ഈ മിനാരത്തിൻ്റെ ഉയരം എത്ര ഉണ്ട്? 240 എത്ര ഉണ്ട്? ഫീറ്റ് പറഞ്ഞാൽ ഫീറ്റ് പറഞ്ഞാൽ അടി. 240, അതായത് 240 പറഞ്ഞാൽ 240 എന്താ പറയുക? 40. 200 ഫീറ്റ് ഹെ, 240 ഫീറ്റ് ഹെ, 240 ഫീറ്റ്, അതായത് 240 അടി, എന്താ പറയുക, അടി നീളമുണ്ട് അതിൻ്റെ ഉയരം. അപ്പോൾ ഒരു കണ്ടെത്തുന്നു. മീനാർ കി ബാഹരി, അതായത് ആ മീനാരത്തിൻ്റെ ബാഹരി ദീവാറോം പർ, അതായത് പുറത്തുള്ള മതിലിന്മേൽ, ദീവാർ എന്ന് പറഞ്ഞാൽ എന്താ? മതിൽ. അപ്പോൾ പുറത്തുള്ള മതിലിന്മേൽ ഖുർആൻ ഷരീഫ് കി, അതായത് ഖുർആനിൻ്റെ ആയത്തുകൾ, ബഹുത് ഖൂബ്സൂറത്ത്, വളരെ ഭംഗിയുള്ള, ഹർഫുകളിൽ കുതി ഹുയി ഹെ, കുയിക്കപ്പെട്ടിട്ടുണ്ട്. കുദാനാർ എന്താ? കുയിക്കുക, കുത്തിവെക്കാന്ന്. ശരിക്കും കുദിനാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കുയിക്കുക. കുദാന പറഞ്ഞാല് കുയിക്കുക, അതായത് വെക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം പുറത്തുള്ള അതിൻ്റെ മിനാരൊക്കെ കണ്ടാൽ നല്ല രസമാണ്. കൊത്തുപണി. ഡൽഹിക്ക് സേർ കേലിയെ, അതായത് ഡൽഹിയിലേക്ക് യാത്ര ചെയ്യാൻ വേണ്ടി ആനേവാലെ വരുന്നവർ ഇസ് മിനാർക്കി, ഈ മിനാരത്തിൻ്റെ ഊഞ്ചായി എന്ന് പറഞ്ഞാൽ ഉയരം ദേക്കർ കണ്ടിട്ട് ഹൈറാൻ രഹ്ജാത്തെ ഹൈ, പരിഭ്രാന്തരാക്കപ്പെട്ടിട്ടുണ്ട്. അതായത്
അത്ഭുതപ്പെടുന്നു. എന്താണ് ഹൈറാൻ ഹോന പറഞ്ഞാൽ എന്താണ്? പരിഭ്രാന്തരാവുക, അതായത് അത്ഭുതപ്പെടുക. ഓക്കെ, അത്ഭുതപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ഒരു ഹൈറാൻ എന്ന് പറഞ്ഞാൽ അത്ഭുതം, രഹ്ന പറഞ്ഞാൽ അങ്ങനെ ആയിക്കൊണ്ടേ ഇരിക്കും അല്ലേ. അപ്പം അത്ഭുതപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നവരാണ് അതിങ്ങനെ കണ്ടിട്ട്. കഴിഞ്ഞോ? ഇല്ല. ഇനി അടുത്തത് ഇത് കഴിഞ്ഞു. ഇപ്പം നമ്മൾ താജ്മഹൽ കഴിഞ്ഞു, കുത്തുബ് മിനാറും കഴിഞ്ഞു. ഇനി പഞ്ചാബ് കെ ഷഹർ, അതായത് പഞ്ചാബിലെ ഒരു പട്ടണമായ അമൃത്സർ അവിടെ സുവർണ മന്ദിർ, അതായത് സുവർണ മന്ദിരം എന്ന് നമ്മൾ പറയില്ല, സുവർണ മന്ദിർ, അതായത് സോനേഖാ മന്ദിർ, സ്വർണത്തിൻ്റെ എന്താ പറയുക കൊട്ടാരം, അല്ലെങ്കിൽ മന്ദിർ എന്ന് പറഞ്ഞാൽ വീട് അങ്ങനെയൊക്കെ പറയും കേട്ടോ. സ്വർണ്ണ മന്ദിർ, മന്ദിരം എന്നൊക്കെ പറയുമല്ലോ. അപ്പം സോനേഖാ മന്ദിർ അത് അത് സിക്കുകാരുടെ പ്രധാനപ്പെട്ട മദ്ഹബി മക്കാമഹെ, അതായത് മതകീയ റിലീജിയൻ മക്കാം എന്ന് പറഞ്ഞാൽ കേന്ദ്രം കേട്ടോ. മക്കാമ് സ്ഥലം, താമസ സ്ഥലം എന്നൊക്കെ പറയും. സിക്കുകാരുടെ മദ്ഹബി മക്കാമ, ഒരു പ്രധാനപ്പെട്ട എന്താ പറയുക മതകീയ കേന്ദ്രമാകുന്നു ഏത്? സുവർണ മന്ദിരം എന്ന് പറയുന്ന. പറ്റുമോ? സന്ദർശനത്തിന് പറ്റും. അങ്ങനെ സിക്കോങ്കെ ഗുരു, സിക്കുകാരുടെ ഗുരുവായ ഗുരുദാസ്, അദ്ദേഹത്തിൻ്റെ ഗുരുവായ ഗുരുദാസിനെ മുഗൾ മുഗൾ ചക്രവർത്തിയായിരുന്ന അക്ബർ 500, അതായത് 500 എന്ന് പറഞ്ഞാൽ 500 ബേഗെ ജമീൻ ദീത്തി, അതായത് 500 ഫ്രീ ആയിട്ടുള്ള ജമീൻ എന്ന് പറഞ്ഞാൽ എന്താ? ബേഗ് പറഞ്ഞാൽ എന്താ? ബേഗ് എന്ന് പറഞ്ഞാൽ ഫ്രീ, ഫ്രീ. അപ്പോൾ ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് ജമീൻ ഭൂമി എന്തായി? ദീത്തി നൽകിയിരുന്നു. അന്നത്തെ കാലത്ത് മുഗൾ ചക്രവർത്തിയായിരുന്ന എന്താ പറയുക അക്ബർ ഈ ഗുരുദാസിനെ എത്ര ഭൂമി കൊടുത്തിരുന്നോ? 500 ഫ്രീ ആയിട്ടുള്ള സൗജന്യമായിട്ടുള്ള ഭൂമി നൽകിയിരുന്നു. അങ്ങനെ അദ്ദേഹം എന്താക്കി? അദ്ദേഹം ഇവിടെ ആ കൊടുത്ത സ്ഥലത്ത് താലാബ്, ഒരു കുളം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ബൻവാന പറഞ്ഞാൽ ഉണ്ടാക്കുക, ഉണ്ടാക്കിപ്പിക്കുക. ബന്ന ഉണ്ടാക്കുക, ഉണ്ടാവുക. ബനാന ഉണ്ടാക്കുക. ബൻവാന പറഞ്ഞാൽ ഉണ്ടാക്കിപ്പിക്കുക. താലാബ് കുളം. അപ്പോൾ ബൻവായാത്ത ഉണ്ടാക്കിപ്പിച്ചിരുന്നു, അങ്ങനെ അർത്ഥം വെക്കട്ടോ. ഒരു താലാബ് ഉണ്ടാക്കിപ്പിച്ചിരുന്നു. ജിസ്സെ ഏത് കുളമാണോ? സിഖ് ജനങ്ങൾ, അതായത് സിഖ് വിശ്വാസികൾ പവിത്ര സർവർ എന്ന് എന്താ പറയുക? അതായത് ഉദ്ദേശം എന്താ? ഉദ്ദേശം എന്താണ്? മുഖദ്ദസ് താലാബ്. മുഖദ്ദസ് എന്ന് പറഞ്ഞാൽ എന്താ? പരിശുദ്ധമാക്കപ്പെട്ട താലാബ് കുളം. അപ്പോൾ പവിത്ര സർവർ എന്ന് പറഞ്ഞാൽ എന്താണ്? പരിശുദ്ധമാക്കപ്പെട്ട താലാബ് എന്ന് കഹ്തേഹി വിളിക്കുന്നു. പവിത്ര സർവർ എന്നാട്ടോ അതിന് പറയാം. അതിൻ്റെ ഉദ്ദേശമാണ് നമ്മൾ പറഞ്ഞ മുഖദ്ദസ് താലാബ്. അപ്പം സിഖ് ജനങ്ങൾ പവിത്ര സർവർ എന്ന് അതിനെന്താക്കുന്നു? കഹ്തേഹി വിളിക്കുന്നു. ഈ യൈനി മുഖദ്ദസ് താലാബ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പറഞ്ഞാട്ടോ. യൈനി ഉദ്ദേശം മുഖദ്ദസ് താലാബ്. അപ്പോൾ ഒരു വിളിക്കൽ എന്താണ്? പവിത്ര സർവർ കേട്ടോ. അങ്ങനെ ഗുരു അർജുൻ ദേവ് കെ ജമാൻ, അതായത് അദ്ദേഹത്തിൻ്റെ ശേഷം അടുത്ത വന്ന ദേവനാണ് ആര്? ഗുരു അർജുൻ ദേവ് കെ ജമാനമേ, അദ്ദേഹത്തിൻ്റെ കാലത്തിൽ ഉസ്സി താലാബ് കെ ഇതേ കുളത്തോട് കൂടെ തന്നെ സാത്ത് അതിനോട് കൂടെ തന്നെ ഒരു വലിയ മന്ദിർ താമീർ കിയാ ഗയാ, ഒരു വലിയൊരു കൊട്ടാരം എന്തായി? താമീർ കർണ നിർമ്മിക്കുക, ഉണ്ടാക്കപ്പെട്ടു. താമീർ കിയാ ഗയാ പറഞ്ഞാലേ അങ്ങനെ ഒരു മന്ദിർ ഉണ്ടാക്കപ്പെട്ടു. ഉസ്മേ ആ മന്ദിരത്തിൽ സിക്കുകാരുടെ മദ്ഹബി കിതാബ്, അദ്ദേഹത്തിൻ്റെ മതകീയ ഗ്രന്ഥമായ ആദി ഗുരു ഗ്രന്ഥ് എന്ന് പറയുന്ന അവരുടെ പവിത്ര ഗ്രന്ഥം സാഹിബ് പറഞ്ഞ ആരാണ്? ഈ ഗുരു അർജുൻ, അയാളെ തന്നെ ഉദ്ദേശിക്കുന്നത്. അയാളെന്താക്കി? രഖ്ന പറഞ്ഞാൽ വെക്കുക, സ്ഥാപിക്കുക. പ്ലേസ് എന്നറിയില്ല നമ്മൾ, സ്ഥാപിക്കുക. സ്ഥാപിക്കപ്പെട്ടു. ഈ സാഹിബ് എന്താക്കി? ഈ ഗ്രന്ഥം എന്താക്കി? പ്ലേസ്ഡ്, അതായത് പെട്ടിട്ടുണ്ട്. ഇസി വജഹ ഈ കാരണം കൊണ്ട് തന്നെ മന്ദിർ, ഈ കെട്ടിടം, ഈ കൊട്ടാരം സിക്കുകാരുടെ അഖീദത്ത് വിശ്വാസത്തിൻ്റെ മർക്കസ്, എന്താ പറയുക കേന്ദ്രം. മർക്കസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കേന്ദ്രം ബൻഗയ ആയി മാറി. ബന്ന എന്ന് പറഞ്ഞാൽ എന്താ? ആവുക, ഉണ്ടാവുക എന്നൊക്കെ അർത്ഥം അല്ലേ? ഉണ്ടാകുക എന്നല്ലേ? അപ്പം ബൻഗയ എന്ന് പറഞ്ഞാൽ, ബഞ്ചാന പറഞ്ഞാൽ എന്താണ്? ആയി മാറി എന്നില്ല അർത്ഥം കിട്ടും. ഉണ്ടാക്കപ്പെട്ടു പറഞ്ഞാൽ അവിടെ ആയി കേട്ടോ. അങ്ങനെ വെറുതെ ഈ മർക്കസ് എന്ന് പറഞ്ഞാൽ കേന്ദ്രം, ബൻഗയ ആയി മാറി കേട്ടോ.
അപ്പോൾ ഓരോ മദ്ഹബി കിതാബൊക്കെ വെച്ചത് കാരണത്താലാണ് ഈ മന്ദിർ എന്തായത് സിഖുകാരുടെ വിശ്വാസത്തിൻ്റെ ഒരു കേന്ദ്രമായി മാറിയത്. ബാദമേ അദ്ദേഹത്തിന് ശേഷം മഹാരാജ രഞ്ജിത് സിംഗ് മന്ദിരത്തിൻ്റെ അതായത് ഈ കൊട്ടാരത്തിൻ്റെ ബഡേ ഗുംബദ് പർ അതിൻ്റെ വലിയ കുബ്ബയുടെ മേലിൽ സോനേക്ക പത്തർ സ്വർണത്തിൻ്റെ കല്ല്, പത്തർ എന്ന് പറഞ്ഞാൽ കല്ല്, സ്വർണത്തിൻ്റെ കല്ല് ചെഡ്വാന എന്ന് പറഞ്ഞാൽ എന്താണ്? ചെഡ്വാന പറഞ്ഞാൽ ഇവിടെ അർത്ഥം എന്താണ്? അഭിവൃദ്ധിപ്പെടുത്തുക, അതായത് എന്താ പറയുക, ഒന്നുകൂടെ ഡെവലപ്പ് ചെയ്യാന്നില്ല. ചെഡ്വാന പറഞ്ഞാൽ എന്താ? അഭിവൃദ്ധിപ്പെടുത്തുക, ഡെവലപ്പ് ചെയ്യാന്നർത്ഥം കേട്ടോ. അഭിവൃദ്ധിപ്പെടുത്തി. ഓർ യേ മന്ദിർ, എന്നാലോ ഈ മന്ദിർ സുവർണ മന്ദിർ കെ നാംസെ, അങ്ങനെ എന്തായി സുവർണ മന്ദിരം എന്ന നാംസെ പേര് കൊണ്ട് മഷ്ഹൂർ ഹുവ, പ്രസിദ്ധമായി. എന്തായി മഷ്ഹൂർ ഹുവ എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രസിദ്ധമാവുക. ഓക്കെ, ഇന്നത്രാക്കാം. അടുത്ത ക്ലാസ് നമുക്ക് എന്താക്കാം? പാഠം തീർക്കാം. എന്നാ ശരിക്കും പോലെ പഠിക്കട്ടോ. അർത്ഥങ്ങളൊക്കെ ശരിക്കും പോലെ പറഞ്ഞു തന്നിട്ടുണ്ട്. അസ്സലാമു അലൈക്കും.